ഹലോ എവരിവൺ. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള ഇൻക്രെഡിബിൾ പവർ ഉള്ള ഒരു ഓർഗനാണ്. ഈ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളായാലും അതിന്റെ സ്ട്രക്ചർ ആയാലും വളരെയധികം അത്ഭുതങ്ങൾ നിറഞ്ഞ ഒന്നാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമ്മുടെ ബ്രെയിനിനെ കുറിച്ച് വളരെ അമേസിംഗ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം. ഫാസ്റ്റ് സിഗ്നൽ സ്പീഡ്. നമ്മുടെ ന്യൂറോൺസ് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് 431 km/h എന്നുള്ള ഒരു സ്പീഡിലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിലെ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ വളരെ റാപ്പിഡ് ആയിട്ട് നടക്കുന്നത്. യുണീക് ഫിംഗർ പ്രിന്റ്സ്. നമ്മൾ ഓരോ വ്യക്തികളുടെയും ഫിംഗർ പ്രിന്റ്സ് വ്യത്യസ്തമായിരിക്കുന്നത് പോലെ തന്നെ ഓരോ വ്യക്തികളുടെയും ബ്രെയിനിലുള്ള ന്യൂറൽ കണക്ഷൻസ് വ്യത്യസ്തമായിരിക്കും. അതായത് ഒരു വ്യക്തിയുടെ ബ്രെയിനിലെ ന്യൂറൽ കണക്ഷൻസിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും മറ്റൊരു വ്യക്തിയുടെ ബ്രെയിനിലെ ന്യൂറൽ കണക്ഷൻ. ഇൻക്രെഡിബിൾ സ്റ്റോറേജ്. നമ്മളുടെ ബ്രെയിനിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി റഫ്ലി പറഞ്ഞാൽ 2.5 പെറ്റാബൈറ്റ്സിന് തുല്യമാണ്. അതായത് നമ്മൾ ടെലിവിഷനിൽ ഒരു പ്രോഗ്രാം കാണുകയാണ് എങ്കിൽ അതിൽ 3 മില്യൺ അവേഴ്സിന് തുല്യമാണ് ഈ ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. വാട്ടർ കണ്ടന്റ്. നമ്മുടെ ബ്രെയിനിന്റെ 75% ജലമാണ് ഉള്ളത്. ഈ ഒരു ജലം അല്ലെങ്കിൽ ഒരു ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ നോർമൽ ആയിട്ടുള്ള ഫങ്ഷൻസിന് വളരെയധികം അത്യാവശ്യം. ന്യൂറോപ്ലാസ്റ്റിസിറ്റി പവർ. നമ്മുടെ ബ്രെയിനിന്റെ എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകതയാണ് ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി. അതായത് സ്വയം റീവയർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതിലാകാം, അതായത് ലേണിംഗിലായാലും എക്സ്പീരിയൻസിലൊക്കെ ആയാലും അല്ലെങ്കിൽ ഒരു ഫിനോമിനയോടൊക്കെ ആയാലും നമ്മളുടെ ബ്രെയിനിന് റീവയർ ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ഇമോഷണൽ റെഗുലേഷൻ. നമ്മളുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നമ്മളുടെ ബ്രെയിനിലുള്ള ലിംബിക് സിസ്റ്റമാണ്. ഈ ഒരു ഫംഗ്ഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് നമ്മളുടെ ഇമോഷൻസ് ഒക്കെ ആയാലും കൺട്രോൾ ചെയ്യാനും പ്രോപ്പർ ആയിട്ട് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കും. മെമ്മറി ഫോർമേഷൻ. ഓർമ്മ നമ്മളുടെ ബ്രെയിനിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളുടെ ബ്രെയിനിലെ ന്യൂറൽ കണക്ഷൻസ് മൂലമാണ് ഈ മെമ്മറി ഫോം ചെയ്യുന്നത്. നമ്മളൊരു കാര്യം ആവർത്തിച്ചു പഠിക്കുമ്പോൾ അല്ലെങ്കിൽ റീകോൾ ചെയ്ത് ഓർമ്മിച്ച് വീണ്ടും എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ന്യൂറൽ കണക്ഷൻസ് സ്ട്രെങ്തൻ ചെയ്യുന്നത് കൊണ്ടാണ് മെമ്മറി കൂടുതൽ ഷാർപ്പായിട്ട് നിർത്താനായിട്ട് അത് സഹായിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പ്രായമാകുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ അതിനനുസരിച്ചുള്ള കോഗ്നിറ്റീവ് ഡിക്ലൈൻ, നമ്മളുടെ ചിന്തകൾക്കായാലും മെമ്മറിയിലൊക്കെ ആയാലും ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസിനുള്ള പോസിബിലിറ്റി ഉണ്ട് എങ്കിലും നമ്മുടെ മെമ്മറി ഷാർപ്പ് ചെയ്യാണ്ട് അല്ലെ ബ്രെയിൻ ഫങ്ഷൻസ് കൂടുതൽ ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ചെയ്താൽ ഇങ്ങനെയുള്ള കോഗ്നിറ്റീവ് ഡിക്ലൈൻ ഒക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നതാണ് നമ്മളുടെ എൻറ്റയർ ഫങ്ഷൻസിന്റെയും ഏറ്റവും സെൻട്രൽ അല്ലെ കാതൽ എന്ന് പറയും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ബോഡിയുടെ ഹെൽത്തിന് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ഹെൽത്തിന് വേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത് ഫുഡിന്റെ കാര്യത്തിലായാലും അല്ല എങ്കിൽ ബ്രെയിനിന് കൂടുതൽ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്തുകൊണ്ട്, അതായത് നമ്മുടെ മെമ്മറി നിലനിർത്താനായിട്ട് സഹായിക്കുന്ന തരത്തിലുള്ള ഗെയിംസ് ആകാം, പസിൽസ് ആകാം. അതോടൊപ്പം തന്നെ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ ആയാലും നമ്മളുടെ ബ്രെയിനിന്റെ ഹെൽത്തിന് ഡാമേജ് വരാത്ത രീതിയിലുള്ള ഒരു ഫുഡ് പാറ്റേൺ ഒക്കെ നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മളുടെ ബ്രെയിനിന്റെ ഹെൽത്ത് നമുക്ക് നന്നായിട്ട് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് അത് സഹായിക്കും. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.